യൂസറിന്റെയും ഹാർഡ്വെയറുമായിട്ടും തമ്മിലുള്ള അതിന്റെ ബിറ്റ്വീനിലുള്ള ഒരു ഇടക്ക് നിൽക്കുന്ന ഒരു ബ്രിഡ്ജാണ് ആര് OS എന്ന് പറഞ്ഞാൽ. അതായത് ഇതൊരു സിസ്റ്റം ആണെങ്കിൽ സിസ്റ്റം റൺ ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ യൂസർ ഇന്റർഫേസ് ഉണ്ടാവും ഇവിടെ. അതായത് സിസ്റ്റം യൂസർ ഇന്റർഫേസുമായിട്ടാണ് ആര് കണക്ട് ചെയ്യുക, ഓരോ യൂസേഴ്സും കണക്ട് ചെയ്യുക അല്ലെ. ഇനി സിസ്റ്റത്തിന് എന്തുണ്ടാവും, ഹാർഡ്വെയർ ഉണ്ടാവും അല്ലെ. ഈ ഹാർഡ്വെയറിലാണ് ആരൊക്കെ ഉണ്ടാവുക, റാം, പിന്നെ മൈക്രോ പ്രോസസർ, പിന്നെ മെമ്മറീസ്, ഇവരൊക്കെ ഹാർഡ്വെയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാ. ഓക്കെ അല്ലെ. ഇനി ഈ ഹാർഡ്വെയറും യൂസർ ഇന്റർഫേസുമായിട്ട് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കണക്ഷൻ പോയിന്റ് ആണ് ആര്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കിട്ടിയോ? അതായത് സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഹാർഡ്വെയർസ് ഉണ്ടാവും, ഹാർഡ്വെയർസും യൂസറുമായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടുന്ന ഒരു പോയിന്റ്സ്, ഇതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ആസ് ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ഇന്റർഫേസ് ആൻഡ് ഹാർഡ്വെയർ എന്ന് പറയാം. ഓക്കെ അല്ലെ. അപ്പൊ അതാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലെ. ഞാൻ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യണേ. ഇതൊന്നും ആണെങ്കിൽ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. സ്ക്രോൾ ചെയ്യണേ. നിങ്ങൾ എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പറയണേ, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാൻ പറയണേ, സ്റ്റോപ്പ് ചെയ്യാൻ പറയണേ, സ്ലോ ആക്കാൻ പറയണേ. ഞാൻ നിങ്ങൾ കൂടെ തന്നെ എഴുതി പോകുന്നുണ്ട് എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇത് പെട്ടെന്ന് ഇതാക്കുന്നത്. ഓക്കെ. ഇനി ഒരു OSന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്ന് മനസ്സിലായി അല്ലെ. ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ഹാർഡ്വെയറുമായിട്ട് ഡയറക്റ്റ്ലി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള, അതായത് ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റിലായിരിക്കും മൈക്രോ പ്രോസസർ ഒക്കെ വർക്ക് ചെയ്യുക അല്ലെ. അപ്പൊ അതായത് ഇപ്പൊ ഒരു പ്രോഗ്രാം ഉണ്ട്, ഈ പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്തിട്ട് ഈ പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജിലാണ് നമ്മൾ ചെയ്യുക അല്ലെ. ഇപ്പൊ ജാവ ആണെങ്കിലും പിന്നെ C അല്ലെങ്കിൽ C++ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡ്സ് അല്ലെങ്കിൽ ബൈനറി കോഡ്സ് ആക്കി മാറ്റുന്നത് എന്തായാലും ഒരു പ്രോസസ്സറോ അല്ലെങ്കിൽ ബാക്കി ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടുകൾ ആയിരിക്കുമല്ലോ അല്ലെ. ഈ ഹാർഡ്വെയറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏറ്റവും, ഇതാണ് ഒരു OSന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് ഹാർഡ്വെയറുമായി കണക്ട് ചെയ്യുന്ന ഏറ്റവും കോർ പാർട്ടാണ് ഇത് കേണൽ എന്ന് പറഞ്ഞിട്ട്. OSന് എന്തുണ്ട്, കേണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്. അതിനുശേഷം കേണൽ എന്താ സംഭവിക്കുന്നത്, അതായത് OSും ഹാർഡ്വെയറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന OSന്റെ പാർട്ടാണ് ഒരു കേണൽ അല്ലെ. നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെല്ല് അല്ലെ. കേണൽ കഴിഞ്ഞാൽ അടുത്തൊരു OSന്റെ പാർട്ടാണ് ഷെല്ലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാംസ് ഒക്കെ അല്ലെ. ഷെല്ലിലാണ് എന്ത്, പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ എഴുതുന്നത്. ഷെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലാണ് പ്രോഗ്രാംസ് എഴുതുന്നത്. അതിനുശേഷം വരുന്നതാണ് ഒരു സിസ്റ്റത്തിന്റെ യൂസർ ഇന്റർഫേസ്, ആപ്ലിക്കേഷൻസ് ആൻഡ് യൂട്ടിലിറ്റീസ് ഒക്കെ വരുന്നത്, ബട്ടൺസ് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് കേണൽ ആൻഡ് ഷെല്ലുകളാണ് ഉള്ളത്. ഇനി നമുക്ക് കേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് വെച്ചോ, ഷെൽ പ്രോഗ്രാമിംഗ് നിങ്ങൾ പഠിച്ചതായിരിക്കും അല്ലെ, ലാബിൽ ചെയ്തല്ലേ ഷെൽ പ്രോഗ്രാമിംഗ് ഒക്കെ. ഓക്കെ, ഞാൻ സ്ക്രോൾ ചെയ്യട്ടെ. സ്ക്രോൾ ചെയ്യട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് കേണൽ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഹാർട്ട് ഓഫ് OS എന്ന് പറയാം അല്ലെ. ഹാർട്ട് ഓഫ് OS അല്ലെങ്കിൽ കോർ ഓഫ് OS എന്ന് പറയാം. ഹാർട്ട് ഓഫ് OS അല്ലെങ്കിൽ കോർ ഓഫ് OS അല്ലെ. ഷെൽ എന്ന് പറഞ്ഞാൽ അല്ലെ, ഷെൽ ഹാർട്ട് ഓഫ് OS അല്ലെങ്കിൽ കോർ ഓഫ് OS അല്ലെ. ഇത് കേണൽ ചെയ്യുന്ന വർക്കുകളാണ് ആരൊക്കെയാ, ഇപ്പൊ നമ്മുടെ OSന്റെ വർക്ക്സ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഷെഡ്യൂളിങ്സ്, ഇതൊക്കെ ആരാ നടത്തുന്നത്, കേണലിന്റെ ഫംഗ്ഷനാണ്. കേണലാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഹാർട്ട് ഓഫ് OS അല്ലെങ്കിൽ കോർ ഓഫ് OS എന്ന് പറയും കേണലിനെ. മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് കേണലാണ്. ഓക്കെ അല്ലെ. സ്ക്രോൾ ചെയ്യട്ടെ. അടുത്തതാണ് എന്ത്, ഓക്കെ, അടുത്തതാണ് ഷെല്ല്. ഷെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കേണലിന്റെയും യൂസർ ഇന്റർഫേസിന്റെയും തമ്മിലുള്ള ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആണ് ഒരു ഷെല്ല് അല്ലെ. ഷെല്ല് എന്ന് പറഞ്ഞാൽ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കേണൽ അല്ലെ. ആ ഒരു സ്ട്രക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയും. അതായത് പ്രോഗ്രാം ദാറ്റ് റീഡ്സ് ആൻഡ് ഇന്റർപ്രറ്റ്, എവിടെ പ്രോഗ്രാംസ് ഒക്കെ റീഡ് ചെയ്യുന്നത് ഷെല്ലിന്റെ ഉള്ളിലാണ്. കമാൻഡ്സ്, നമ്മൾ എൻ്റർ ചെയ്യുന്ന കമാൻഡ്സ്, പ്രോഗ്രാംസ് ഒക്കെ റീഡ് ചെയ്യുന്നത് ഷെല്ലിന്റെ ഉള്ളിലാണ്. നോക്കിയാ, ഹാർഡ്വെയർ കേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കോറാണ് അല്ലെങ്കിൽ ഹാർട്ട് ഓഫ് OS ആണ് അല്ലെ. പിന്നെ ഷെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കമാൻഡ്സ് ഒക്കെ കൊടുക്കുന്നത് ഷെല്ലിലേക്കാണ്. ഷെൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റർഫേസ് ബിറ്റ്വീൻ
കേണൽ ആൻഡ് ദി അല്ലെ ഇന്റർഫേസ് ബിറ്റ്വീൻ അല്ലെ കേണലിന്റെയും യൂസർ ഇന്റർഫേസിന്റെയും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണ് ആര് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലെ? അപ്പൊ കേണൽ എന്താ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഷെൽ എന്താന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഷെൽ എന്ന ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ദ കേണൽ പ്രോഗ്രാം ദാറ്റ് റീഡ്സ് ആൻഡ് ഇന്റർപ്രറ്റ് ദ കമാൻഡ്സ് വി എന്റേർഡ്. ഓക്കെ അല്ലെ? കഴിഞ്ഞ പറഞ്ഞോ, ഞാൻ സ്ക്രോൾ ചെയ്യാം, ഡിലേ ആക്കണ്ട. കഴിഞ്ഞേ? കഴിഞ്ഞടാ? ആ ഓക്കെ പറയും. ഓക്കെ നെക്സ്റ്റ് നോക്കിയാ, നമ്മുടെ സിസ്റ്റം ഓൺ ചെയ്താൽ ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷൻ. പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഫസ്റ്റ്. അതായത് നമ്മൾ ഒരു സിസ്റ്റം സിസ്റ്റം ഓൺ ബട്ടൺ പ്രസ് ചെയ്ത് അപ്പോ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ആ പ്രോസസ് ഉണ്ടല്ലോ, അതിൽ ഫസ്റ്റ് നടക്കുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് പോസ്റ്റ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പ്രോസസ് വെൻ സിസ്റ്റം ഓൺ, ഫസ്റ്റ് പ്രോസസ് വെൻ സിസ്റ്റം ഓൺ, ഫസ്റ്റ് പ്രോസസ് വെൻ സിസ്റ്റം ഓൺ. സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ഫസ്റ്റ് പ്രോസസ് ആണ് ആര്? പോസ്റ്റ് ട്ടാ. ഓക്കെ ഓക്കെ ഇതാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. സാധ്യത ഉണ്ട് ചോദിക്കാൻ. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് പോസ്റ്റ് 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 പോസ്റ്റ്. ഓക്കെ അപ്പൊ എന്താണ് ഈ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് പ്രോസസ് വെൻ സിസ്റ്റം ഓൺ എഴുതി, പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ഈ പോസ്റ്റിന്റെ ഒരു ഡെഫിനിഷൻ ആണ്, അതായത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ റോം എക്സാമിൻ ഹാർഡ്വെയർ ടു മേക്ക് ഷുവർ എവറിത്തിങ് ഇൻ ദി സിസ്റ്റം വർക്കിംഗ് പ്രോപ്പർലി. അതായത് നോക്കിയാ, നമുക്ക് സിസ്റ്റത്തിന്റെ മദർ ബോർഡിന്റെ ഉള്ളിൽ റോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറി ഉണ്ട് അല്ലെ? ഓക്കെ റോം എന്ന് പറഞ്ഞിട്ടൊരു മെമ്മറി ഉണ്ട്. ഈ റോം എന്ന് പറഞ്ഞാൽ എന്താ? ഈ റോം എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് മെമ്മറിയാണ്. അതായത് ഇതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ഉണ്ടാവും, ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് റോമിന്റെ ഉള്ളിൽ അല്ലെ? ഈ ഇൻസ്ട്രക്ഷൻ, ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്? എക്സാമിൻ മൊത്തം, അതായത് ആ സിസ്റ്റം ഓൺ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ, അതായത് നമ്മൾ ആ പ്രസ് ചെയ്യുന്ന ബട്ടണിന് ശേഷം ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഹാർഡ്വെയർസ് ആൻഡ് സി പി യു ആൻഡ് മെമ്മറി ആൻഡ് എൻറ്റയർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ എക്സാമിൻ ചെയ്യും, എവറിത്തിങ് വർക്കിംഗ് പ്രോപ്പർലി ഓർ നോട്ട്. ഓക്കെ ഈ എക്സാമിനേഷൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് നടക്കുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ റോം അല്ലെ, എക്സാമിൻ ഹാർഡ്വെയർ ടു മേക്ക് ഷുവർ എവറിത്തിങ് ഇൻ ദി സിസ്റ്റം വർക്കിംഗ് പ്രോപ്പർലി. അപ്പൊ ഈ എവറിത്തിങ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? സി പി യുനെ നോക്കും, ആൻഡ് ദി മെമ്മറി നോക്കും, ആൻഡ് ദി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ നോക്കും. എവറി ഹാർഡ്വെയർ റിലേറ്റഡ് എക്യുപ്മെന്റ്സ് ആർ എക്സാമിൻ വർക്കിംഗ് ഈസ് പ്രോപ്പർലി ഓർ നോട്ട്. ഈ പരിപാടിക്കാണ് എന്ത് പറയുന്നത്? പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയും. പവർ ഓൺ ആക്കുമ്പോൾ അത് മൊത്തത്തിൽ സെൽഫായിട്ട് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ കഴിഞ്ഞ? അതായത് ഇപ്പൊ ഇതിങ്ങനെ ഓരോ കോഡായിരിക്കും, 1 by 1 ആയിട്ട് കോഡായിരിക്കും. ഈ കോഡൊക്കെ റൺ ചെയ്തിട്ട് സി പി യു ഓക്കെ അല്ലേ നോക്കും. അടുത്ത കോഡ് റൺ ചെയ്തിട്ട് എവറി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് റണ്ണിങ് കറക്ട്ലി ആൻഡ് ദി മെമ്മറി ഡിവൈസസ് റണ്ണിങ് കറക്ട്ലി ആൻഡ് അതർ ഹാർഡ്വെയർ റിലേറ്റഡ് എക്യുപ്മെന്റ്സ് ആർ റണ്ണിങ് കറക്ട്ലി ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ഓക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാലാണ് എന്ത്? ഫസ്റ്റ് പ്രോസസ് വെൻ സിസ്റ്റം ഓൺ. ഞാൻ സ്ക്രോൾ ചെയ്യട്ടെ, നിങ്ങൾ എഴുതിയില്ലേ? ഒരാൾ കഴിഞ്ഞവര് പറഞ്ഞോ? ഏകദേശം എല്ലാവർക്കും ഒരു സ്റ്റുഡന്റ് ആയിരിക്കും. ആ ഓക്കെ ശരി. നെക്സ്റ്റ് ആണ് ബൂട്ടിങ്. ഓക്കെ എന്താണ് ഈ ബൂട്ടിങ് എന്ന് പറഞ്ഞാല്? നമ്മുടെ സിസ്റ്റം പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ചെയ്ത്, ഓക്കെ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാ എക്യുപ്മെന്റ്സും അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മെമ്മറീസ്, ഹാർഡ് ഡിസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഏതായിക്കോട്ടെ, ഒക്കെ കറക്റ്റ് ആണോ നോക്കി അതിനുശേഷം വരുന്ന പ്രോസസ് ആണ് ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോ നമ്മുടെ ബൂട്ടിംഗ്, അപ്പൊ ഒരു സിസ്റ്റം, ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിന്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലെ? ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടാവും അല്ലെ? ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഉണ്ടാവും. അപ്പൊ ഇതിലായിരിക്കും എല്ലാ ഇൻസ്ട്രക്ഷനും മുന്നേ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി അത് ഈ ഒരു ഇൻസ്ട്രക്ഷനെ പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്ട്രക്ഷനെ
അറ്റ് എ ടൈം എവിടേക്ക് എടുക്കണം? റാമിലേക്ക് എടുക്കണം. ഇൻസ്ട്രക്ഷനെ ഇങ്ങോട്ടേക്ക് എടുത്ത്. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു മൈക്രോ പ്രോസസർ എന്ത് ചെയ്യും? പ്രോസസ് ചെയ്തെടുക്കാന്ന് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, സിസ്റ്റം പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ എന്തുണ്ടാവും? ഓൾറെഡി ഇൻ ദി ഹാർഡ് ഡിസ്കിൽ തന്നെ ഉണ്ടാവും. പക്ഷെ റാമത്തെ മെമ്മറിന് പോകും. റാമിലുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് കട്ടായി പോകും അല്ലെ? ഇത് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, മെമ്മറീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ് സെക്കൻഡറി മെമ്മറി, എന്താണ് പ്രൈമറി മെമ്മറി, അതിന്റെ കാറ്റഗറൈസേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ കാര്യടാ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. നമ്മള് മെമ്മറി പറഞ്ഞ സമയത്ത് DRAM പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമ്മള് നോക്കിയോ, DRAM, ഡൈനാമിക് റാം അല്ലെ? ഈ ഡൈനാമിക് റാമിന് നമ്മൾ ഇപ്പൊ കാറ്റഗറീസ് ഒക്കെ പറഞ്ഞില്ലേ? പ്രൈമറി മെമ്മറിനെ രണ്ടാക്കി തിരിച്ച്, ഒന്ന് എന്താക്കി? SRAM അല്ലെ? സ്റ്റാറ്റിക് റാം. ഈ സ്റ്റാറ്റിക് റാം ആണ് ആര്? ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു. ആൻഡ് ഡൈനാമിക് റാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി മെമ്മറി, അല്ലെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റാം എന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ വേറെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാമിന് റീഫ്രഷ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി അല്ലെ? ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈ റീഫ്രഷ് ചെയ്യേണ്ട ടൈം എത്ര ചോദിച്ചിട്ടുണ്ടായിരുന്നു? 64 നാനോ സെക്കൻഡ് ആണ് എന്ത്? റീഫ്രഷ്മെന്റ് ടൈം ഓഫ് DRAM കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നാനോ സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മള് റാം ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്. അപ്പൊ ഇത് പവർ ഓഫ് ചെയ്തപ്പോ എന്ത് ചെയ്യും? റാമിന്ന് കാര്യങ്ങളൊക്കെ പോകും. ഇനി ഈ പ്രോഗ്രാം എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യേണ്ട എന്താണ്? പ്രോഗ്രാം ആണെന്ന് വിചാരിക്കാം. ഒരു മിനിറ്റ്, വേറെ കാര്യം, നാനോ സെക്കൻഡ് അല്ല കേട്ടോ, മില്ലി സെക്കൻഡ് ആണ്. മില്ലി സെക്കൻഡ് ആണ്, സോറി, 64 മില്ലി സെക്കൻഡ്. ഒന്ന് നോട്ട് ചെയ്താ, മില്ലി സെക്കൻഡ് ആണ്. ഓക്കെ, നോക്കിയാ, അപ്പൊ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രോസസ്സ് ഇപ്പൊ നമ്മുടെ സിസ്റ്റം പുതിയതായിട്ട് ഓൺ ചെയ്യാണ്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് കഴിഞ്ഞു. അതിനുശേഷം നടക്കുന്നതാണ് ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ റാമിന്റെ ഉള്ളിൽ കാര്യമല്ലേ, ഒന്നുമില്ല അല്ലെ? ഇനി നോക്കിയാ, ഈ റാമിന്റെ ഉള്ളിലത്തെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യണ്ടേ അല്ലെ? ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമുക്ക് എവിടേക്ക് മാറ്റണം? റാമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം അല്ലെ? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ റാമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഫസ്റ്റത്തെ പ്രോസസ്സ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യിക്കല. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൂട്ടിംഗ് എന്ന് പറയുന്നത്. കിട്ടിയോ? ലോഡിംഗ് OS ഫ്രം സെക്കൻഡറി മെമ്മറി. അതാണ് സെക്കൻഡറി മെമ്മറി ആരാ? ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിൽ നിന്ന് പ്രൈമറി മെമ്മറി ആയിട്ടുള്ള റാമിലേക്ക് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യിക്കുന്ന ഈ പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയാ, ഹാർഡ് ഡിസ്കിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും, MP3 ഫയൽസ് ഉണ്ടാവാം, വേറെ പ്രോഗ്രാമിംഗ് ഫയൽസ് ഉണ്ടാവാം, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ടാവാം. അതിന്റെ കൂട്ടത്തിൽ ആരുണ്ടാവും? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇപ്പൊ നിങ്ങൾ ഡ്രൈവ്സ് ഒക്കെ കാണൂലേ? C ഡ്രൈവ്സ് അല്ലെങ്കിൽ D ഡ്രൈവ്സ് എന്നൊക്കെ പറയില്ലേ? സാധാരണഗതിയിൽ സിയിലാണ് നമ്മൾ എന്ത് OS-നെ സ്റ്റോർ ചെയ്ത് വെക്കല്. ഹാർഡ് ഡിസ്കിന്റെ C പാർട്ടീഷനിലാണ് OS-നെ സ്റ്റോർ ചെയ്ത് വെക്കല്. അപ്പൊ നിങ്ങൾ സാധാരണ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ആവശ്യമായിട്ടുള്ള ഫയൽസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഡോക്യുമെന്റ്സ് ഫയൽ സ്റ്റോർ ചെയ്തു, അല്ലെങ്കിൽ ഒരു MP3 അല്ലെങ്കിൽ ഒരു വീഡിയോ ഫിലിം ഒക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിയിലേക്ക് സ്റ്റോർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം സിയിൽ ഓൾറെഡി ആരുണ്ടാവും? ഈ OS-നെ ലോഡ് ചെയ്യേണ്ട സ്പേസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും. അപ്പൊ ബാക്കിയുള്ള സ്പേസിലേക്ക് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക. വേറെ കാര്യം നോക്കിയാ, OS-നെ റാമിലേക്ക് ലോഡ് ചെയ്യിക്കേണ്ട ഈ പരിപാടിക്കാണ് എന്ത് പറയുന്നത്? ബൂട്ടിംഗ് എന്ന് പറഞ്ഞത് അല്ലെ? ഇനി ഇപ്പൊ റാമിനെ കണ്ടോ, ഞാൻ റാമിനെ 2 പാർട്ടാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു പാർട്ടിൽ എന്തുണ്ട്? ഒരു പാർട്ടിനെ നമുക്ക് എന്തൊക്കെ സ്റ്റോർ ചെയ്യാം? അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടുണ്ട് അല്ലെ? ഈ പാർട്ടിൽ എന്താ? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഒരു പാർട്ട് കണ്ടോ ഇവിടെ അല്ലെ? ബാക്കി ഇത്ര പാർട്ടുണ്ട്. ഈ സ്പേസിലേക്കാണ് നമ്മുടെ ആവശ്യമായിട്ടുള്ള, ഇപ്പൊ നമുക്കിപ്പോ ഒരു MP3 റൺ ചെയ്യണം. ഓക്കെ, ആ റൺ ചെയ്യേണ്ട സമയത്തിൽ ആ MP3 ഡാറ്റ റാമിലേക്ക് എത്തിക്കണം. ആ സ്പേസ് ഒക്കെ, അതായത് ഇപ്പൊ അല്ലെങ്കിൽ ഒരു പ്രിന്റർ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വേർഡ് ഡോക്യുമെന്റ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത്തരം കാര്യങ്ങളൊക്കെ റാമിന്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ബൂട്ടിംഗ് നിങ്ങൾ എഴുതി വെച്ചില്ലേ? ഈ ഒരു ഫിഗർ വരച്ച് വെക്കാം. ഹാർഡ് ഡിസ്കിൽ നിന്ന്
OS-നെ റാമിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ബൂട്ടിങ്. ഇത് ഇത്ര നിങ്ങൾ എഴുതിയില്ലേ? ഒന്ന് പറയോ? ആരെങ്കിലും ഒരാൾ കഴിഞ്ഞാൽ പറഞ്ഞോ. ഓക്കെ. നോക്കിയാ ഇപ്പൊ നമ്മൾ 2 പാർട്ടാണെന്ന് പറഞ്ഞു അല്ലെ? റാമിനെ 2 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഒരു OS ലോഡ് ചെയ്യിക്കേണ്ട ഒരു പാർട്ടുണ്ട് അല്ലെ? നമ്മൾ നോക്കിയാ ഇപ്പൊ ഇവിടെ നിന്ന് OS-നെ ഈ ഒരു പാർട്ടിലേക്കാണ് ലോഡ് ചെയ്യിച്ചത്. ആ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിഡന്റ് പാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദി നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രോഗ്രാംസിനെ റൺ ചെയ്യിക്കേണ്ട പാർട്ടിനെയാണ് ട്രാൻസിയന്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റാമിന് 2 പാർട്ടുണ്ട്. റെസിഡന്റ് പാർട്ടിലാണ് OS റിസൈഡ് ചെയ്യുക. Okay, OS reside on the resident part, and the next part is transient part, which for run application and programs. Okay. Fine. നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്ലാസ് കഴിഞ്ഞാൽ ഇന്ന് തന്നെ പഠിച്ചോട്ടോ. നമുക്ക് സമയമല്ല, അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നാളെ എടുത്തേക്കണ്ട, ഇന്ന് തന്നെ പഠിച്ചോ. ഇന്ന് പഠിക്കാനിപ്പോ ഒരു മണിക്കൂറിന്റെ ഒരു 15 മിനിറ്റിന്റെ ക്ലാസ് ആണെന്ന് വിചാരിക്കോ. നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് ഇത് വായിച്ചാൽ മനസ്സിലാവും. പിന്നെ നാളെ എടുത്ത് വെച്ചാൽ അത് 1 മണിക്കൂർ 2 മണിക്കൂർ വായിച്ചായിരിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇന്ന് തന്നെ നോക്കി പോയിക്കോ. ഓക്കെ, ഞാൻ സ്ക്രോൾ ചെയ്യാണ്, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നെക്സ്റ്റ് എന്താണ് ബയോസ് എന്ന് പറയും. അതായത് ബയോസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ആണ് അല്ലെ? നമ്മൾ ഈ റോമിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻ എഴുതി എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അതായത് ബയോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിസ്റ്റം. ഈ ബയോസിന്റെ ഫുൾ ഫോം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബയോസ് സ്റ്റാൻഡ് ഫോർ ബേസിക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിസ്റ്റം. അതായത് നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം റോമിന്റെ ഉള്ളിലുള്ള ഫസ്റ്റ് പ്രോഗ്രാം റൺ ചെയ്യുന്ന പറഞ്ഞില്ലേ അല്ലെ? അത് റൺ ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം ആണ് എന്ത്? ബയോസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതായത് പോസ്റ്റ് വർക്ക് ചെയ്യാൻ, അതിനുശേഷം ബൂട്ടിങ് വർക്ക് ചെയ്യാൻ, അത്തരം കാര്യങ്ങളൊക്കെ ഒക്കെയാണ് എന്ത് പറയുന്നത്? ബയോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ബയോസിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഗ്രാമിന്റെ പേരാണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ. ഓക്കെ, അപ്പൊ ബയോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ഫസ്റ്റ് പ്രോഗ്രാം ടു റൺ ദ കമ്പ്യൂട്ടർ സ്റ്റാർട്ട്. അതായത് സ്റ്റോർഡ് ഇൻ റോം ആണ്, റോമിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. റോമിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഫങ്ഷൻസ് ഓഫ് ബയോസ് എന്താ? ഫങ്ഷൻസ് ഓഫ് ബയോസ് പോസ്റ്റ് അല്ലെ, പിന്നെ ബൂട്ടിംഗ് ആണ്. എനിക്ക് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ അല്ലെങ്കിൽ ബൂട്ട് ലോഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന്റെ പേരെന്താ? അതായത് സ്മോൾ പ്രോഗ്രാം ഫോർ സ്റ്റാർട്ടിങ് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് അല്ലെ? അതായത് ഇത് സ്റ്റോർഡ് ഇൻ ബയോസിന്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്യുക. ബയോസ് എന്ന് പറഞ്ഞാല് നോക്കിയാ നമുക്ക് കുറച്ചൊരു 2012 വരെയുള്ള സിസ്റ്റത്തിലൊക്കെ ആയിരുന്നു സാധാരണഗതിയിൽ ബയോസ്. അതായത് ഇപ്പൊ നമുക്ക് റോമിന്റെ ഉള്ളിൽ പ്രോഗ്രാം ഇല്ലേ അല്ലെ? അതായത് റോമിന്റെ ഉള്ളിൽ പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടാ? പോസ്റ്റിന് വേണ്ടിയിട്ട്. പോസ്റ്റ് കഴിഞ്ഞാൽ ബൂട്ടിങ് അല്ലെ? ബൂട്ടിങ്. പോസ്റ്റ് എന്ത് ചെയ്യുന്നു? അതായത് എല്ലാതും എക്സാമിൻ ചെയ്യുന്ന പ്രോഗ്രാം. ആൻഡ് ബൂട്ടിങ് എന്താ? ഹാർഡ് ഡിസ്കിൽ നിന്ന് റാമിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യിക്കല് അല്ലെ? അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം ആണ് എന്ത്? ബൂട്ട്സ്ട്രാപ്പ് ലോഡർ. ഈ പ്രോഗ്രാം ആണ് എന്ത്? ബൂട്ട്സ്ട്രാപ്പ് ലോഡർ. ഇത് റിസൈഡ് ചെയ്യുന്ന ഈ സ്പേസ് ആണ് എന്ത്? അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് മൊത്തത്തിൽ പറയുന്നതാണ് എന്ത്? ബയോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഓക്കെ, ഇത് ഇപ്പൊ ഈ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 വരെയുള്ള സിസ്റ്റത്തിലായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് UEFI. അപ്പൊ ഈ ബയോസ് ആയിക്കോട്ടെ UEFI ആയിക്കോട്ടെ ഫേം വയേഴ്സ് ആട്ടോ, ഫേം വയേഴ്സ് ആണ്. UEFI എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് എക്സ്റ്റൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ്. ഇത് ഒന്ന് നോക്കി, കഴിഞ്ഞ ഒരു എക്സാമിന് ബയോസ് ചോദിച്ചു, ഇനി UEFI ചോദിക്കാൻ സാധ്യത ഉണ്ട്. യൂണിഫൈഡ് എക്സ്റ്റൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ്. യൂണിഫൈഡ് എക്സ്റ്റൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ്. മോഡേൺ റീപ്ലേസ്മെന്റ് ഓഫ് ബയോസ്. മോഡേൺ റീപ്ലേസ്മെന്റ് ഓഫ് ബയോസ് എന്തെങ്കിലും പറയില്ലേ? ബയോസ് അല്ലെ? ഓക്കെ, ഈ ഫേംവെയർ എന്താ? ഫേംവെയറിന് എക്സാമ്പിൾ ആണ് ആരൊക്കെ? UEFI പിന്നെ ആരാ? ബയോസ് അല്ലെ? അപ്പൊ എന്താണ് ഈ ഫേംവെയർ? പ്രോഗ്രാം പെർമനന്റ്ലി സ്റ്റോർഡ് ഇൻ എ ഡിവൈസ് ഹാർഡ്വെയർ ടു കൺട്രോൾ ബേസിക് ഫംഗ്ഷൻ. സാധാരണഗതിയിൽ ആ ഹാർഡ്വെയർ ഏതൊക്കെയാണ്? റോം ആണ് അല്ലെ? സാധാരണ ഇതൊരു മെമ്മറിയാണ്. ഓക്കെ, അതായത് ഒരു ഹാർഡ്വെയർ പാർട്ട്, ആ പാർട്ടിൽ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? ഒരു പെർമനന്റ്ലി സ്റ്റോർ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേംവെയർസ് എന്ന് പറയുന്നത്.
ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് ആരൊക്കെയാ? ബയോസ് ആൻഡ് UEFI. ബയോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആൻഡ് UEFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫൈഡ് എക്സ്റ്റൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ്. മോഡേൺ റീപ്ലേസ്മെന്റ് ഓഫ് ബയോസ് ആണ്. ഫേംവെയർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം പെർമനന്റ്ലി സ്റ്റോർഡ് ഇൻ എ ഡിവൈസ് ഹാർഡ്വെയർ ടു കൺട്രോൾ ബേസിക് ഫംഗ്ഷൻ. കഴിഞ്ഞ കഴിഞ്ഞു. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആട്ടാ. എക്സാമ്പിൾസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഞാൻ ഈ ഒരു പാർട്ട് ഇങ്ങനെ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ് ഡോസ്. അതായത് ഏറ്റവും ആദ്യം ഇറങ്ങിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഒന്നായിരുന്നു ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് OS ആണ്. ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് OS. സിംഗിൾ യൂസർ, അതായത് അത് ഒരു സിംഗിൾ ടാസ്ക് മാത്രമേ നടത്താൻ പറ്റുന്നുണ്ടായിരുന്നു. ഏറ്റവും ആദ്യം ഇറങ്ങിയല്ലേ. ഇപ്പൊ നമുക്ക് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ട് ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു ഇന്ററപ്റ്റ് വന്നാൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രിന്റർ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നുണ്ടാവും, മൗസ് വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ. അതൊക്കെ ഒക്കെ ഡിഫറെന്റ് ടാസ്കുകളാണ് അല്ലെ. പ്രിന്ററും മൗസും ഇന്ററപ്റ്റും മ്യൂസിക് കേൾക്കുന്നുണ്ടാവാം, അതില്ലെങ്കിൽ ഒരു വേർഡ് ഡോക്യുമെന്റ് അതിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം. അതിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറ്റ് എ ടൈം മെനി ടാസ്ക് നമ്മൾ അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ ഒരു OS ആണെങ്കിൽ അതൊന്നും സപ്പോർട്ടഡ് ആയില്ലായിരുന്നു. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദാറ്റ് മീൻസ് സിംഗിൾ ടാസ്ക് ആൻഡ് സിംഗിൾ യൂസറിന് മാത്രമേ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ട്ടാ. നെക്സ്റ്റ് എന്താ, ഒരു MS വിൻഡോസുകൾ ഉണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മാക് OS പറഞ്ഞിട്ടുള്ള ആപ്പിളിന്റെ ഇതുണ്ട് സിസ്റ്റംസ് അല്ലേ, അതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മാക് OS. നിങ്ങൾക്ക് അറിയുണ്ടാവും ആപ്പിൾ OS ആണ് അല്ലെ. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഒരു 2019-18 വർഷത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്നോ ലെപ്പേർഡ് അല്ലെ, സ്നോ ലിയോപാർഡ് ഈസ് റിലേറ്റഡ് വിത്ത് എക്സാമ്പിൾ ആൻഡ്രോയിഡ്, വിൻഡോസ്, മാക്, ലിനക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസർ എന്ത് തന്നിട്ടില്ല അറിയോ? മാക് OS ആ. അതായത് ഒരു മാക് OSന്റെ വേർഷൻ ആണ് സ്നോ ലിയോപാർഡ്. കുറെ മുന്നത്തെ ഒരു വേർഷൻ ആണ് സ്നോ ലിയോപാർഡ്. ഇപ്പോ റീസെന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മാക് OSന്റെ വേർഷൻ ആണ് സെക്കോയ ട്ടാ. അതായത് 2024 ജൂൺ 20-നാണ് റിലീസ് ചെയ്തത്. അപ്പൊ ഇപ്പോഴും റീസെന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് സെക്കോയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. ഇനി ജൂൺ 9, 2025 ഇപ്പൊ എത്ര ദിവസമായി? ഇന്ന് എത്ര? 20-ാം തീയതി അല്ലേ. ഒരു 10 ദിവസമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ടാഹോ ട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ടാഹോ എന്ന് പറഞ്ഞാൽ ഒരു മാക് OSന്റെ വേർഷൻ ആണ്. ജൂൺ 9, 2025. കഴിഞ്ഞ വർഷം ജൂണിൽ റിലീസ് ചെയ്തതാണ് സെക്കോയ. അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒരു വർക്കിനാ തരാം. ആൻഡ്രോയിഡിന്റെ വേർഷൻസ് ഉണ്ട്, ആൻഡ്രോയിഡിന്റെ വേർഷൻസ്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് കണ്ടെത്താന്നില്ല, ജസ്റ്റ് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ അതിന്റെ വേർഷൻസ് കിട്ടും. എക്ലയർ, നഗറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് വേർഷൻസ് കിട്ടും ട്ടാ. പിന്നെ കപ്പ് കേക്ക്, കിറ്റ്കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയില്ലേ. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ട് അറിയോ? ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഗൂഗിൾ ആണ്. ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോം ആണ്. അതായത് ഗൂഗിളിന്റെ മൊബൈൽ ഫോൺസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആൻഡ്രോയിഡ് OS അല്ലെ. ആൻഡ്രോയിഡ് ഒരു പേപ്പർ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൽ പഠിച്ചതാണ്. നെക്സ്റ്റ് iOS ഉണ്ട് അല്ലെ, ഐഫോൺ അല്ലെങ്കിൽ ഐപാഡ് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്പിളിന്റെ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് iOS. ഓക്കെ, ഇനി ഒരു ഇതാണ് 1950 സിംഗിൾ സ്ട്രീം ബാച്ച് പ്രോസസ്സിംഗ് സിസ്റ്റം വന്ന്. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് വെറുതെ എഴുതി വെച്ചാണ്. ഓക്കെ, ജസ്റ്റ് ഒരു കാര്യങ്ങളൊന്നും ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ?
കഴിഞ്ഞാൽ പറഞ്ഞോളൂ. കഴിഞ്ഞില്ലേ? വേഗം നോക്കടാ, നമ്മള് കാര്യങ്ങൾക്ക് കടക്കണുള്ളൂ. കഴിഞ്ഞ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് ഒരു 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 ഇത് ചോദിക്കട്ടെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് ഉണ്ട്, ലിനക്സ് ഉണ്ട്, ഒറാക്കിൾ ഉണ്ട്, ആൻഡ് ദി DOS. ഏതാ? നിങ്ങൾക്കറിയാം, ഒറാക്കിൾ ആണ്. ഒറാക്കിൾ ഈസ് എ DBM, ഒരു റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് കേട്ടോ ഒറാക്കിൾ. ആൻസർ വരുന്നത് ഒറാക്കിൾ ആണ്. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ, റിലേഷണൽ DBMS. നോട്ട് ആൻ OS എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ്: വിൻഡോസ്, ലിനക്സ് ആൻഡ് ദി ഒറാക്കിൾ DOS. നിങ്ങൾക്ക് ലിനക്സ് നോക്കിയാ ഒരു മിനിറ്റ്, ഞാനിത് ഇങ്ങനെ ഒരു വെർട്ടിക്കലാക്കിണ്ട്, കുറച്ചും കൂടി കണ്ടൻസ് ഇതിലേക്ക് കൊള്ളാൻ പറ്റും. ഓക്കെ, ലിനക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് OS ആണ്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ലിനക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും, ഓഫ് ദ ഫോളോയിങ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഓപ്പൺ സോഴ്സിന് വേറെ എക്സാമ്പിൾ ആണ് ആര്? നിങ്ങൾക്കറിയാം, ഉബുണ്ടു. ഉബുണ്ടു എന്നൊക്കെ കേട്ടില്ലെങ്കിൽ നമ്മുടെ സ്കൂൾ സോഫ്റ്റ്വെയർ, സ്കൂളത്തെ കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നത് അല്ലേ? ഏതാ? ലിനക്സ്, ഉബുണ്ടു. എന്താ ഓപ്പൺ? എന്താണ് ഈ ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ? ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ സോഴ്സ് കോഡ് അവൈലബിൾ ആണ് അല്ലേ? സോഴ്സ് കോഡ് ഈസ് ഫ്രീലി അവൈലബിൾ. ഓക്കെ, ഓക്കെ, ഞാൻ സ്ക്രോൾ ചെയ്യട്ടാ. കഴിഞ്ഞ പറഞ്ഞോ, നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. കഴിഞ്ഞില്ലേ? ഓക്കെ. പിന്നെ ഡോസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് ഒരു കമാൻഡ് ലൈൻ ബേസ്ഡ് ആയിരുന്നു. കമാൻഡ് ബേസ്ഡ്, അതായത് കുറച്ചിങ്ങനെ കമാൻഡ്സ് കൊടുക്കും. നമുക്കിപ്പോ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക് പാർട്ടീഷൻ ഡിയിൽ പോയിട്ട് നമ്മൾ പേര് എഴുതി വെച്ചിട്ട് ഫയൽ നേരെ മൗസ് കൊണ്ട് ഓപ്പൺ ചെയ്തിരിക്കല്ലേ. പക്ഷെ ഇവിടെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫസ്റ്റ്ലി ഒരു 90-80 ഇത് ആ സംതിങ് അപ്പം ഉണ്ടായിരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഫസ്റ്റ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു കമാൻഡ് ബേസ്ഡ് ആയിരുന്നു. കമാൻഡ്സ് കൊടുക്കായിരുന്നു, അപ്പൊ അതിനനുസരിച്ച് അത് വർക്ക് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് പെട്ടെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ, കുറച്ചധികം പറയാനുണ്ട്. അപ്പൊ ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ മെറ്റീരിയൽസ് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, കുറെ ഉണ്ട്. അത് കിട്ടിയ പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചാ. അപ്പൊ എന്ത് ചെയ്യാ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇത് നോട്ട് വരുമ്പോ നോട്ടിന് നോക്കിയിട്ട് എഴുതുക. പിന്നെ കൂടെ നിങ്ങൾക്ക് ഇപ്പൊ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതിക്കോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ റെക്കോർഡ് നാളെ ഈവനിങ് ആകുമ്പോഴത്തേന് ഇട്ട് തരാം.
അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഒന്നും കൂടി നോക്കി എഴുതാം. അതിലേറെ നല്ലത് ഞാൻ ഇപ്പൊ ഈ ഒരു മെറ്റീരിയൽ തന്നാൽ അതിൽ നോക്കി എഴുതലാവും കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് തീരൂല. നമുക്ക് ഓക്കെ ഓക്കെയാ. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ നിങ്ങൾ ഓക്കെ അല്ല, കാണില്ലേ? ക്ലിയർ അല്ലേ? വോയിസ് ആൻഡ് സ്ക്രീൻ എവറിത്തിങ് ഈസ് ഓക്കെ അല്ലേ? അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ സിസ്റ്റം ഒന്ന് ചെക്ക് ആയപ്പോ ഓക്കെ. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കുറച്ച് ടൈപ്സ് ഉണ്ട്. അത് ഏതാന്ന് പറയാം. ഫസ്റ്റ് വൺ ബാച്ച് പ്രോസസിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെക്സ്റ്റ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നിങ്ങൾ മൂന്നാമത്തെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എഴുതിക്കോ. അത് നമുക്ക് നെക്സ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദെൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ അങ്ങനെ ഒരു 5 കാറ്റഗറി ആക്കിയിട്ടാണ് നമ്മൾ ഇവിടെ തിരിച്ചിട്ടുള്ളത്. ബാച്ച് പ്രോസസിംഗ്, ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെക്സ്റ്റ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ എന്താണ് ബാച്ച് പ്രോസസിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പൊ നമുക്ക് ഒരുപാട് ഒരു സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടാവും അല്ലെ? ഒരു 5-6 പ്രോസസ് ആണെന്ന് വിചാരിക്കാം. അതിൽ നമുക്ക് അതിനെ പിന്നെ കാറ്റഗറൈസ് ചെയ്യാം. അതായത് സെയിം വർക്കിംഗ്, ഏകദേശം സെയിം ഏരിയ ഓഫ് വർക്കിംഗ് വരുന്ന പ്രോസസ്സുകളൊക്കെ ഒരു കാറ്റഗറി ആക്കി. നെക്സ്റ്റ് വേറൊരു അതിന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക് വരുന്ന അതിനൊക്കെ നമുക്ക് എന്താക്കി മാറ്റി, വേറെ ബാച്ച് ആക്കി മാറ്റി. അങ്ങനെ എന്ത് ചെയ്യാം, ഈ ബാച്ചിനെ ഫസ്റ്റ് എന്ത് ചെയ്യാം, പ്രോസസ് ചെയ്യാം. നെക്സ്റ്റ് ഈ ബാച്ചിനെ പ്രോസസ് ചെയ്യാം. ഈ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്, ബാച്ച് പ്രോസസിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറയാം, സിമിലർ ജോബ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ബാച്ച് ആൻഡ് പ്രോസസ്ഡ്. അതായത് വൺ ആഫ്റ്റർ ഒരു ബാച്ചിനെ പ്രോസസ് ചെയ്തതിനു ശേഷം അടുത്ത ബാച്ചിനെ പ്രോസസ് ചെയ്യും. അതായത് ബാച്ചിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സുകൾ ഉണ്ട്. ഓക്കെ, ഇതാണ് ബാച്ച് പ്രോസസിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഇത് സാധാരണ ഏർലി കമ്പ്യൂട്ടേഴ്സിലൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇത് കാരണം IO ഡിവൈസ് വെരി സ്ലോ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് ബാച്ച് ആക്കി തിരിക്കാനുള്ള കാരണം. ഓക്കെ, ഓക്കെ. ദെൻ ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് ഈ മൾട്ടിപ്പിൾ യൂസേഴ്സ് വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു IT കമ്പനി അല്ലെ, അവിടെ ഒരുപാട് ആളുകൾ അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഒരു പ്രൊജക്ട് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിൽ തന്നെ ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഒരാൾ എഡിറ്റ് ചെയ്തത് മറ്റേ ആൾക്കും അത് കാണണം. അങ്ങനെ ഓരോ സിസ്റ്റത്തിനും ഓരോ മൈക്രോ സെക്കൻഡിന്റെ ടൈമിൽ സ്ലൈസ് ചെയ്തിട്ട് അവർക്ക് ഒരു കോമൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ഒരുമിച്ച് വർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതായത് നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള 5 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിഫറെന്റ് അപ്ലിക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിരിക്കും. അതായത് ഞാനിപ്പോ എന്റെ ലാപ്ടോപ്പ് കൊണ്ട് എന്റെ വീട്ടിലിരിക്കുന്നുണ്ട് അല്ലെ. ഇതിന്റെ അതേ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പർപ്പസ് ആയിരിക്കോ ഒരു ISROയിൽ ഒരു സയന്റിസ്റ്റ് യൂസ് ചെയ്യുന്ന അതേ പർപ്പസ് ആയിരിക്കൂല ചിലപ്പോൾ ഒരു മിലിറ്ററിയിൽ വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ അതേ പർപ്പസ് ആവില്ല ചിലപ്പോൾ ഒരു IT ഫീൽഡിൽ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന ടൈമിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ടൈം ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതായത് ഇവിടെ നടക്കുന്നത് ഷെയറിംഗ് ഇറ്റ്സ് റിസോഴ്സസ് ലൈക്ക് CPU ആൻഡ് മെമ്മറി. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലൗസ് മൾട്ടിപ്പിൾ യൂസേഴ്സ് അറ്റ് സെയിം ടൈം ബൈ ഷെയറിംഗ് ഇറ്റ്സ് റിസോഴ്സസ് ലൈക്ക് CPU ആൻഡ് മെമ്മറി. ഓക്കെ, അതായത് ഒരു പ്രോസസ്സിൽ നിന്ന് അടുത്ത റിസോഴ്സിലേക്ക് പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യും, സ്വിച്ചസ് റാപ്പിഡ്ലി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് മൾട്ടി യൂസർ മെനി യൂസേഴ്സ് വർക്ക്സ്. അതെ, മൾട്ടി യൂസർ ആണ് അല്ലെ. ടൈം ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ മൾട്ടി യൂസർ തമ്മിലുള്ള ഷെയറിംഗ് ആണ്. മെനി യൂസേഴ്സ് വർക്ക്സ് ഓൺ ദ സെയിം സിസ്റ്റം. ഓക്കെ, ടൈം സ്ലൈസിംഗ് നടക്കുന്നുണ്ട്. അതായത് CPU ടൈം ഈസ് ഡിവൈഡഡ് എമംഗ് ദി ടാസ്ക്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അല്ലെ. അതായത് ഇപ്പൊ ഒരു 10 ആളുകളുണ്ട്, 10 ആളുകളും സെയിം പ്രോസസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരു പ്രോസസ്സിന് ഇത്ര ടൈം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടാവും. നെക്സ്റ്റ് അതേ പ്രോസസ്സ് കൊടുത്തു, നെക്സ്റ്റ് ഇങ്ങനെ ഓരോ ടൈമും കൊടുക്കാം ഓരോരുത്തർക്ക്. അതായത് ഒരു മില്ലി സെക്കൻഡ് ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് സെയിം ടൈം സ്ലൈസ് ചെയ്തെന്ന് മനസ്സിലാവില്ല. ഓക്കെ, നെക്സ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
ഏറ്റവും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ടാസ്ക് ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ നമുക്ക് അത്രയും മൈന്യൂട്ട് പെർഫെക്ഷൻ പോലും ആ ഒരു ടാസ്കിനെ ബാധിക്കാൻ സാധ്യതയുള്ള പ്രോസസ്സുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു റോക്കറ്റ് നമ്മൾ ഒരു മിസൈല് ഇങ്ങോട്ട് പറഞ്ഞേക്കാം, ഒരു രാജ്യത്ത് നിന്ന്, ഇപ്പൊ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈൽ ഇടുന്നുണ്ട് അല്ലെ. ഓക്കെ, ഈ മിസൈൽ ഇടുന്ന സമയത്ത് ഇത് കറക്റ്റ് ആയിട്ട് ഇസ്രായേലിലെ ഒരു പോയിന്റ് അവർ നോട്ട് ചെയ്തിട്ടുണ്ടാവും, അവിടേക്ക് തന്നെ എത്തണം അല്ലേ. അപ്പൊ അതിന്റെ ട്രജക്ടറി ഒക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു അത്രയും മൈന്യൂട്ട് പെർഫെക്ഷനിൽ തന്നെ എത്തേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയുന്നത്. ഹാൻഡിൽ ടാസ്ക് വിത്ത് എ ഗ്യാരണ്ടീഡ് ടൈം ലിമിറ്റ്. ഓക്കെ, ഒരു ഡെഡ് ലൈൻ അവിടെ, അതായത് ഇന്ന സമയത്തിന്റെ ഉള്ളിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രാറ്റജി അവിടെ ഉണ്ടാവും, ആ ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. ഹലോ, ഞാൻ ക്ലാസ്സില്ല, അരമണിക്കൂർ. യെസ്, ഞാൻ വിളിക്കാം, ഒരു 10 മിനിറ്റ് 15 നോക്കിയാ. അപ്പോ ടൈമിംഗ് ഈസ് ക്രിട്ടിക്കൽ. നോക്കിയാ, ഇവിടെ ടൈമിംഗ് ഈസ് ക്രിട്ടിക്കൽ. സ്ട്രിക്റ്റ് ടൈമിംഗ് ആണ് എവിടെ നടക്കുക, അതായത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പോ ഇതിന്റെ എക്സാമ്പിൾസ് നോക്കിയാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. റോക്കറ്റ് ലോഞ്ച്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മിസൈൽ ലോഞ്ച്, റോക്കറ്റ് ലോഞ്ച്, അതായത് അപ്ലിക്കേഷൻസ് ഓഫ് RTOS ആട്ടോ. റോക്കറ്റ് ലോഞ്ച്, കാറിന്റെ എയർ ബാഗ്. നമ്മുടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുക, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, ഒരു ആക്സിഡന്റും ആ ആക്സിഡന്റ് വിത്തിൻ നാനോ സെക്കൻഡിനുള്ളിൽ എയർ ബാഗ് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അപകടം പറ്റും അല്ലെ. അപ്പൊ അത്രയും ഒരു എന്താ പറയാ, നമ്മളൊരു നാനോ സെക്കൻഡിലൊക്കെ വർക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന്റെ എംബഡഡ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത്തരം ECG, റഡാർ, സാറ്റലൈറ്റ്, പിന്നെ പേസ് മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഹാർട്ടിന്റെ ഉള്ളിലുള്ള പേസ് മേക്കേഴ്സ് ഉണ്ട്, അത് ശരിക്കും വർക്ക് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് വർക്ക് ചെയ്യാത്ത ആളുകൾക്ക് നമ്മുടെ പോക്കറ്റിന്റെ ഉള്ളിൽ ആ പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് സിഗ്നൽ നമ്മുടെ ഹാർട്ടിന്റെ ഉള്ളിൽ വേണം. ഓക്കെ, അത് ശരിക്കും വർക്ക് ചെയ്യാത്ത ആളുകൾക്ക് പേസ് മേക്കർ നമുക്കൊരു സെൻസർ പോലെ നമ്മുടെ ഹാർട്ടിന്റെ ഉള്ളിൽ നമ്മുടെ പോക്കറ്റിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ആ ഹാർട്ടിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് സിഗ്നൽ ഈ ഒരു പേസ് മേക്കർ കൊടുക്കും. അപ്പൊ അതിന്റെ എംബഡഡ് സിസ്റ്റത്തിലൊക്കെ കൊടുക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അപ്പൊ ഇനി നോക്കാം, ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഹാർഡ് റിയൽ ടൈം ആൻഡ് ദി സോഫ്റ്റ് റിയൽ ടൈം. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഹാർഡ് റിയൽ ടൈം, എന്താണ് സോഫ്റ്റ് റിയൽ ടൈം? അതായത് ഹാർഡ് റിയൽ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡെഡ് ലൈന് ഓക്കെ, ഹാർഡ് റിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RTOS എന്ന് പറഞ്ഞാൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഹാർഡ് റിയൽ ടൈം. അതായത് ഈ മിസ്സിംഗ് ഡെഡ് ലൈൻ അൺഅക്സെപ്റ്റബിൾ. അതായത് ഇപ്പൊ പേസ് മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഓക്കെ, ഈ പേസ് മേക്കറിന്റെ ടൈമിങ് തെറ്റിക്കഴിഞ്ഞാൽ ആള് മരിക്കും അല്ലെ, ആള് മരിക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഡ് ലൈനിന്റെ അപ്പുറം നമുക്ക് ഒരിക്കലും പോകാൻ പറ്റൂല, ഒരിക്കലും പോകാൻ പറ്റൂല. അത്തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ പറയുന്നത് ഹാർഡ് റിയൽ ടൈം എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഒരു ഹാർഡ് എക്സാമ്പിൾ ആണ് പേസ് മേക്കേഴ്സ്, പിന്നെ റോക്കറ്റ് ലോഞ്ച്. അതിന്റെ ട്രജക്ടറി ഒക്കെ ഒരിച്ചിരി തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, അതിന്റെ ഡയറക്ഷനെ മാറാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ പേസ് മേക്കേഴ്സ്, പിന്നെ അതുപോലെ പിന്നെ കാറിന്റെ എയർ ബാഗ്സ്, അതൊന്നും നമുക്ക് അതിന്റെ ഡെഡ് ലൈൻ ഒരു സെക്കൻഡ് കൂടി നമുക്ക് നീട്ടി വെക്കാന്ന് പറയാൻ പറ്റൂല. ഓക്കെ, ഇനി നമുക്ക് സോഫ്റ്റ് റിയൽ ടൈം ഉണ്ട്. സോഫ്റ്റ് റിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെഡ് ലൈന് നീട്ടി വെക്കാം. അതായത് 1-2 സെക്കൻഡ് ഒന്നും നീട്ടി വെക്കാൻ പറ്റില്ല, ഒരു മൈക്രോ സെക്കൻഡ്. ഇപ്പൊ ഒരു അപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മൈക്രോ സെക്കൻഡ് ആണെന്ന് വിചാരിക്കും, മൈക്രോ സെക്കൻഡിലാണ് അത് നോട്ട് ചെയ്യണം. അതൊരു 1.5 മൈക്രോ സെക്കൻഡിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിലേ ചെയ്യിപ്പിക്കാം. അതിനപ്പുറം നമുക്ക് ഡിലേ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതിനപ്പുറം ഡിലേ ചെയ്യിപ്പിച്ചാൽ അത് വേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് വീഡിയോ സ്ട്രീമിംഗ്. നമ്മളിപ്പോ ലൈവ് വീഡിയോ സ്ട്രീമിംഗ് അല്ലെ. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലൂടെ എന്ത് നടക്കുന്നുണ്ട്, ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിലോ ഇതിന് ലൈവ് എന്ന് പറയാൻ പറ്റുമോ? ഇതിന് അക്സെപ്റ്റബിൾ ആവില്ല. പക്ഷെ ഞാൻ പറയുന്ന കറക്റ്റ് ഇപ്പൊ ഞാൻ ഇങ്ങനെ റൺ ചെയ്യുന്നതിന്റെ പാൻ എങ്ങനെ റൺ ചെയ്യുന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ. ഇതൊക്കെ ചിലപ്പോ ഒരു 1 മൈക്രോ സെക്കൻഡിലൊക്കെ ഡിലേ നിങ്ങൾക്ക് വരാം. പക്ഷെ ആ ഡിലേ തന്നെ
നോട്ട് പ്രിഫേർഡാ, പ്രിഫർ ചെയ്യുന്നില്ല. മനസ്സിലായോ? അത്തരം ഇപ്പൊ നമുക്കിപ്പോ ഇതിലിപ്പോ ഒരു 1 മൈക്രോ സെക്കൻഡിൽ ഡിലേ വന്നാലും ഇവിടെ ആരും മരിക്കാനൊന്നും പോണില്ല. ക്ലിയർ ആയോ കാര്യം? അപ്പോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ് റിയൽ ടൈം എന്ന് പറയുന്നത്. ഡെഡ് ലൈൻ അക്സെപ്റ്റബിൾ ആണ്, പക്ഷെ അത് നോട്ട് പ്രിഫേർഡ്, പ്രിഫർ ചെയ്യുന്നില്ല, പക്ഷെ അക്സെപ്റ്റബിൾ ആവാം വീഡിയോ സ്ട്രീമിംഗ്. ഓക്കെ, ക്ലിയർ ആയോ? റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്ലിയർ ആയോ? അപ്ലിക്കേഷൻ ചെയ്ത ആൻഡ് ദി എന്താണ് റിയൽ ടൈം RTOS ചെയ്ത ആൻഡ് ദി ടൈപ്പ് ഓഫ് RTOS. ക്ലിയർ ആയോടാ കിരൺ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ഇത് നിങ്ങളൊന്ന് പഠിച്ചു പോണേ. ഇതിന്റെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ് ഫ്രീ RTOS, VX വർക്ക്സ്, RT ലിനക്സ്, QNX, RTEMS. ഇപ്പൊ ഫ്രീ OS എംബഡഡ് സിസ്റ്റം IoT-കളിലൊക്കെ. എന്താണ് ഈ IoT എന്ന് പറഞ്ഞാൽ? അറിയോ? അറിയില്ലടാ IoT എന്ന് പറഞ്ഞാൽ എന്താ? IoT ഇന്റർനെറ്റ് ഓഫ് അറിയുന്നവർ തിങ്സ്. പറഞ്ഞോ. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. എന്താണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്? നിങ്ങൾ ഇനി PG കഴിഞ്ഞിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ അതായത് നെറ്റ്വർക്ക് ഓഫ് ഫിസിക്കൽ ഒബ്ജക്ട്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് അല്ലെ? ജസ്റ്റ് വെറുതെ ഇത് വെച്ചോ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. അതായത് നമ്മുടെ സ്മാർട്ട് ഹോം ഡിവൈസസ്, സ്മാർട്ട് വാച്ചസ്, പിന്നെ ഹെൽത്ത് കെയർ ഡിവൈസുകളൊക്കെ ഉണ്ടല്ലോ, ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്ന സെൻസേഴ്സ്, അതിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യുന്ന സെൻസേഴ്സ്. ഇത്രേ ഉള്ളൂ പറയാം. അഗ്രികൾച്ചർ IoT ഉണ്ട്, സോയിൽ മെഷർ അല്ലെ, സോയിലിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ സ്മാർട്ട് ഹോംസ് ഉണ്ടാവും അല്ലെ, നമ്മൾ കയറി വരുമ്പോൾ ലൈറ്റ് എത്തുക, പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. നമ്മുടെ ടെമ്പറേച്ചർ സെൻസർ, ഇത്തരം കാര്യത്തിനൊക്കെ നമ്മൾ എന്ത് പറയുന്നത്, IoT എന്ന് പറയുന്നത്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈ RTOSന്റെ എക്സാമ്പിൾസ് ആണ് എന്തൊക്കെയാണ്? ഫ്രീ RTOS, VX Works, RT Linux, QNX, RTEMS. ജസ്റ്റ് എഴുതി വെക്കാം. എടാ അത് കഴിഞ്ഞില്ലല്ലേ, ഞാന് നെക്സ്റ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് OS. ഡിസ്ട്രിബ്യൂട്ടഡ് OS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജസ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിപെൻഡന്റ്. അതായത് നോക്കിയാ, ഞാൻ ഇതിന്റെ ഒരു വർക്ക് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരു വർക്ക് സ്റ്റേഷൻ. ഇപ്പൊ ശരിക്കും നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഒരു വർക്ക് സ്റ്റേഷൻ ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ഒരു പ്രിന്റർ ഉണ്ടാവാം, മൗസ് ഉണ്ടാവാം അല്ലെ, മൗസ് ഉണ്ടാവാം, പിന്നെ CPU വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, പിന്നെ വേറെ ഏതെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവാം. അങ്ങനെയല്ല വർക്ക് ചെയ്യണേ. പക്ഷെ ഞാൻ വർക്ക് സ്റ്റേഷൻ ഇവിടെ വർക്ക് ചെയ്ത്, ഞാൻ കേരളത്തിലാണ് അല്ലെ. ഇനി ഇന്റെ ഒരു ഡാറ്റാബേസ് സെർവർ ഉണ്ടാവാം, ഇത് US-ലാ, അല്ലെങ്കിൽ വേറൊരു കമ്പ്യൂട്ടേഴ്സ് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്, ഇത് UK-ലാ, ഫയൽ സെർവർ സൗദി അറേബ്യയിലാ, പിന്നെ വേറെ ഏതെങ്കിലും ടെർമിനൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വർക്കിന്റെ ഇടയിൽ ഒരാൾക്ക് ഒരു പ്രിന്റ് എടുക്കണം വേറെ ഏതെങ്കിലും രാജ്യത്ത്. ഇതിനൊക്കെ കൂടി കൂട്ടിയിട്ട് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സിംഗിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇവരൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യിക്കും. കണ്ടോ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബാക്കിയുള്ള എല്ലാ സിസ്റ്റത്തിനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ സിസ്റ്റം ആക്കി ആക്ട് ചെയ്യാം. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ടഡ് OS എന്ന് പറയുന്നത്. കിട്ടിയോ? OS that manages group of independent computers and appears as a single unified system. ഒരൊറ്റ സിസ്റ്റം ആയിട്ട് മാറ്റാം, പക്ഷെ ആക്ച്വലി ആ സിസ്റ്റം ഒക്കെ എവിടെ ഉണ്ടാവും? ഡിഫറെന്റ് ലൊക്കേഷനിലായിരിക്കും അല്ലെ. അവിടെ എന്തൊക്കെ ഷെയർ ചെയ്യും? ഷെയർ മെമ്മറി, റിസോഴ്സസ്, ടാസ്ക് ബിറ്റ്വീൻ ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സ്. എക്സാമ്പിൾ ആപ്ലിക്കേഷൻ എവിടെ? ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലൊക്കെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് പാരലൽ പ്രോസസിംഗ് ഇൻ റിസർച്ച്, അതിലൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സൺഡേ മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങളൊരു കാര്യം ചെയ്തോ, നാളെ OS-ന്റെ ഒരു ക്ലാസ് കൂടി ഉണ്ടാവും രാവിലെ നമുക്ക് ക്ലാസ് വെക്കാം. നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നാളെ തന്നെ പഠിച്ചോ, ഇന്ന് തന്നെ പഠിച്ചോ. നെക്സ്റ്റ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ത് ചെയ്തോ, സൺഡേക്ക് പഠിച്ചു വെച്ചോ. സൺഡേക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എല്ലാവരും കവർ ചെയ്ത് പോവാം. സൺഡേ ഈവനിങ്ങിൽ ഒരു എക്സാം നടത്താൻ നമുക്ക് കേട്ടോ. ഷെഡ്യൂൾ ഞാൻ മാത്സിന്റെ ഫാക്കൽറ്റീസുമായി ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഷെഡ്യൂൾ ഇട്ട് തരാം.
ഓക്കെ ഓക്കെ ഡിസ്ട്രിബ്യൂട്ടഡ് OS ആൻഡ് ദി നെറ്റ്വർക്ക് OS. ഒന്നുമില്ല, ഡിസ്ട്രിബ്യൂട്ടഡ് OS പോലെ തന്നെയാണ് കമ്പ്യൂട്ടേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ഓൺ എ നെറ്റ്വർക്ക്, ക്യാൻ ആക്സസ് സർവീസസ് ലൈക്ക് ഫയൽസ്. ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ ഇവിടെ ഉണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള മൗസ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് പോലെയല്ല. ഡിസ്ട്രിബ്യൂട്ടഡ് പറഞ്ഞാൽ ഓരോ ഡിവൈസുകളും ഓരോ സ്ഥലത്ത് ചെയ്യുന്നില്ലേ അല്ലേ. ഇത് ഒരു സിസ്റ്റം നമ്മൾ സാധാരണ നോർമലി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ഓക്കെ, ഇവിടെയും ഒരു സിസ്റ്റം ഉണ്ട്, ഇതുപോലെ തന്നെ ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഈ സിസ്റ്റത്തിൽ നിന്ന് ഈ സിസ്റ്റത്തിലേക്ക് എന്തെങ്കിലും ഡാറ്റ ഫയലോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നെറ്റ്വർക്ക് OS വർക്ക് ചെയ്യണം. ഓക്കെ, എനേബിൾ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ് ഓൺ നെറ്റ്വർക്ക്, ക്യാൻ ആക്സസ് സർവീസസ് ലൈക്ക് ഫയൽ സ്റ്റോറേജ് ആൻഡ് സെക്യൂരിറ്റി. ഇപ്പൊ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പിയർ ടു പിയർ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ഇപ്പൊ ഈ രണ്ട് സിസ്റ്റവും ഓക്കെ, ഈ രണ്ട് സിസ്റ്റവും എന്താണ് സെയിം പ്രയോറിറ്റി ആണ്. അതായത് ഇയാൾ ഇതിലേറെ വലുതുമല്ല, ഇയാൾ അപ്പുറത്തിലേറെ വലുതുമല്ല. അതാണ് പിയർ ടു പിയർ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൾ ഡിവൈസസ് ആർ ഈക്വൽ, വിൻഡോസ് 10 ഫയൽ ഷെയറിംഗ് ഓൺ ലാൻ. അപ്പൊ നമുക്കിപ്പോ നോക്കിയാ അല്ലെ, ഇവിടുന്ന് ഒരു ഫയൽ ഇതിലേക്ക് ഇങ്ങനെ സെൻഡ് ചെയ്യാം, പച്ചക്കാർ എടുക്കാം, ഇവിടുന്ന് ഒരു ഫയൽ ഇതിലേക്ക് ഇങ്ങനെ സെൻഡ് ചെയ്യാം അല്ലെ. ഇത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, ഇവിടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇതിങ്ങനെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊരു ലാനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു സെൻഡ് എ ഫയൽ ത്രൂ ദിസ് ലാൻ വയർ അല്ലെ. ദാറ്റ് ഇസ് നോൺ ആസ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സെയിം നമ്മൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ഒരു സറൗണ്ടിങ്ങിൽ ഹാപ്പനിങ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിനൊക്കെ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്ലയന്റ് സെർവർ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതായത് ഒന്ന് സെർവർ ആയിരിക്കും, സെർവറിലാണ് ഡാറ്റ സ്റ്റോറേജ് ആയിരിക്കും. ഈ ഡാറ്റ സ്റ്റോറേജ് ഇയാൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായി, ക്ലയന്റ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയി. ഇത്രേ ഉള്ളൂ. വൺ സെൻട്രൽ സെർവർ ഉണ്ടാവും, കൺട്രോളർ ആക്സസ് ആൻഡ് റിസോഴ്സസ്. വിൻഡോസ് സെർവർ, ലിനക്സ് സെർവർ ഒക്കെ ഇതിന് എക്സാമ്പിൾ. ഈ സെർവേഴ്സ് ആട്ടോ, സെർവേഴ്സ്. ഓക്കെ അല്ലെ. നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ് ഫംഗ്ഷൻ ഓഫ് OS ആണ്.